പ്യൂരിറ്റി ഷുഡ് ബി പ്യുവർ ഇൻ അവർ തോട്ട്സ്, വേർഡ്സ് ആൻഡ് ഡീഡ്സ്. പിതാവിൻ്റെ ഈ വിരലിൻ്റെ തുമ്പത്തെ ഞാനിങ്ങനെ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കുത്തും. അങ്ങനെ കുത്തിയിട്ട് ഇത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട്. ഇത് നോക്കിയിട്ട് ഇന്ന് കാലത്ത് നോക്കി. ഇന്ന് എന്തെല്ലാം ടെസ്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷേ ഈ ടെസ്റ്റ് മാത്രം നമ്മൾ ചെയ്യാൻ മറക്കുകയാണ്. അതിന് പിതാവ് പറയുന്ന പേര് TWD ടെസ്റ്റ്, തോട്ട്സ്, വേർഡ്സ് ആൻഡ് ഡീഡ്സ്. ഇതിന് ടെസ്റ്റ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ കുത്തണ മാതിരി തന്നെ നമ്മൾ ചിന്തയിലൊന്ന് കുത്തി നോക്കണം. എൻ്റെ ചിന്ത എങ്ങനെ പോണ്, വാക്ക് എങ്ങനെ പോണ്, പ്രവൃത്തി എങ്ങനെ പോണ്. എന്നിട്ട് ഇത് ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ എത്ര റേഞ്ച് നോക്കും ഞാനിങ്ങനെ ഷുഗറിൻ്റെ എത്ര. അതുമാതിരി റേഞ്ച് കുറച്ച് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാവോ? ചിന്ത, വാക്ക്, പ്രവൃത്തി ഇതിൻ്റെ റേഞ്ച് കുറച്ച് കൂടുതലാണ്. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെൽഫ് കൺട്രോൾ ടാബ്ലറ്റ്സ് കഴിക്കണം. ആത്മനിയന്ത്രണ ഗുളിക കഴിക്കണം. ആ ഗുളികയുടെ പേര് പറഞ്ഞു തരട്ടെ പിതാവ്, കുറിച്ചെടുത്തോ? ആത്മനിയന്ത്രണ ഗുളിക. അത് കഴിക്കണം. ഇത് 2-3 പെശകായിട്ട് പോകണമെങ്കിൽ, കുറച്ച് റേഞ്ച് കൂടിയൊക്കെ ആണെങ്കിൽ. ഇനി കുറച്ചും കൂടി കയറിയൊക്കെയാണെങ്കിൽ എന്ത് വേണമെന്നറിയാവോ? കൺഫെഷൻ ടാബ്ലറ്റ്സിന് പോകണം. കുമ്പസാര ഗുളിക കഴിക്കണം. കുറച്ചും കൂടി കയറിയൊക്കെയാണെങ്കിൽ റിട്രീറ്റ് ടാബ്ലറ്റ്സിന് പോകണം. ഇവിടെ അച്ഛന്മാർ പോട്ട ധ്യാനകേന്ദ്രമൊക്കെ ശരിക്കും ഏത് ധ്യാനകേന്ദ്രത്തേക്കാൾ മുമ്പ് തുടങ്ങിയത് ഇവിടെയാണ് അല്ലേ? പോട്ടയ്ക്ക് പോകാമെന്ന് പറയാം ധ്യാനത്തിന് പോകണത്. അതുകൊണ്ട് ഇവിടെ വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ റേഞ്ച് കൂടുതൽ നിൽക്കുകയാണെങ്കിൽ റിട്രീറ്റ് ടാബ്ലറ്റ്സിന് പോകണം. TWD ടെസ്റ്റ് നടത്തണം. ഷുഗറിൻ്റെ ടെസ്റ്റൊക്കെ നടത്തിക്കോ. അതൊക്കെ കുറച്ച് നടത്തിക്കുള്ള കാര്യമാണ്. മെയിൻ കാര്യം ഇതാ, TWD ടെസ്റ്റ്, തോട്ട്സ്, വേർഡ്സ് ആൻഡ് ഡീഡ്സ്. എന്നിട്ട് റേഞ്ച് കുറച്ച് കൂടുതലാണെങ്കിൽ സെൽഫ് കൺട്രോൾ ടാബ്ലറ്റ്സ് കഴിക്കണം. ആത്മനിയന്ത്രണ ഗുളിക കഴിക്കണം. കുറച്ചുകൂടി കയറിയൊക്കെയാണെങ്കിൽ കുമ്പസാര ഗുളിക കഴിക്കണം. കുറച്ചുകൂടി കയറിയൊക്കെയാണെങ്കിൽ ധ്യാന ഗുളികയ്ക്ക് പോകണം.